2026 ഏപ്രിൽ മെയ് മാസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മാസമാണ്. വലിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന അസം, കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനങ്ങളെല്ലാം ഭരണത്തിന് പുറത്താണ്. അസമിൽ കോൺഗ്രസിന് വീണ്ടും ഭരണം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം പങ്കുവെക്കുന്നത്. മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയിയെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നു. നാഴികക്ക് 40 വട്ടം വർഗീയതയുടെ വിഷം തുപ്പുന്ന ഹിമന്ത ബിശ്വ ശർമ്മ എന്ന BJP നേതാവിനെ പൂട്ടിക്കെട്ടാൻ കഴിയുന്ന ഏക നേതാവ് ആസാമിൽ ഗൗരവ് ഗൊഗോയ് എന്ന് മാത്രമാണ് ജനങ്ങൾ പറയുന്നത്. ആസാമിന്റെ മലമടക്കുകളിൽ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന വികസനമല്ലാതെ ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയായതിനു ശേഷം യാതൊരു വികസനവും എത്തിയിട്ടില്ല. ആസാമിലെ ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്ന ഒരു സർക്കാർ, ആസാമിലെ ജനങ്ങളെ ഹൈന്ദവനെന്നും മുസൽമാനെന്നും ക്രൈസ്തവനെന്നും ജൂതനെന്നും സിഖുകാരനെന്നും പാഴ്സി എന്നും പേര് പറഞ്ഞ അവരെ തമ്മിലടിപ്പിക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാരിനെതിരായ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബുൾഡോസർ രാജിലൂടെ ഉത്തർപ്രദേശിന് ശേഷം കുപ്രസിദ്ധി ആർജിച്ച ആസാമിന്റെ നഷ്ടപ്പെട്ട ജനാധിപത്യവും മതേതരത്വം തിരിച്ചുപിടിക്കാനാണ് ഗൗരവ് ഗൊഗോയിയെ രംഗത്തിറക്കി കോൺഗ്രസ് പോരാട്ടം നടത്തുന്നത്. ആസാമിന്റെ മലമടക്കുകളിൽ നിന്ന് നഷ്ടമായ സമാധാനവും സാഹോദര്യവും തിരിച്ചുപിടിക്കണം. ആസാമിലെ ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് ഗൗരവ് ഗൊഗോയ് വ്യാപകമായ പദയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആസാമിന്റെ മണ്ണിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ വർഗീയതയുടെ വിഷം തുപ്പുന്ന ഹിമന്ത ബിശ്വ ശർമ്മയെ പൂട്ടിക്കെട്ടാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ നേതാവ് ഗൗരവ് ഗൊഗോയ് മാത്രമാണ് ആസാമിന്റെ മണ്ണിലെന്ന് ആസാമിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവിടെ ഇത്തവണ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. സമാനമായ അവസ്ഥ തന്നെയാണ് കേരളത്തിലേക്ക് കടന്നു വരുമ്പോഴും കോൺഗ്രസിനുള്ളത്. കേരളത്തിൽ ഭരിച്ചു പൊടിക്കുന്ന 10 വർഷമായി കേരളത്തിന്റെ അധികാരം കൈയാളുന്ന CPM-നെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ വലിയ ജനവികാരം ഇത്തവണ വോട്ടായി മാറുമെന്ന ശുഭപ്രതീക്ഷ കോൺഗ്രസ് പങ്കുവെക്കുന്നു. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 സീറ്റുകളിൽ 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. തമിഴ്നാട്ടിൽ ഒരു ഭരണമാറ്റം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല. നിലവിൽ DMK കോൺഗ്രസ് സഖ്യമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുച്ചേരിയിൽ ഇത്തവണ കോൺഗ്രസിന് അധികാരം പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. പശ്ചിമ ബംഗാളിലേക്ക് കടന്നു വരുമ്പോൾ മമതാ ബാനർജിക്കെതിരെ ഏത് തരത്തിലുള്ള സഖ്യം വേണമെന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. എന്തായാലും അവിടെ തനിച്ചു മത്സരിക്കണമോ ഇടതു പാർട്ടിയെ കൂടെ കൂട്ടി മത്സരിക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ ജനവികാരമാണ് പശ്ചിമ ബംഗാളിന്റെ തെരുവുകളിൽ അലയടിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2026 തുടക്കം ആശാവഹമായിരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം സർവേ നടത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേക നിരീക്ഷകരെ നിയമിച്ചിട്ടുണ്ട്. വാർ റൂം കൈകാര്യം ചെയ്യാൻ ആളുകളെ AICC നിയോഗിച്ചു കഴിഞ്ഞു. വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ആസാമിലും കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ ഏതു തരത്തിലുള്ള സഖ്യമായിരിക്കണം മുന്നോട്ട് വേണ്ടത്, ഏത് തരത്തിൽ സഖ്യം രൂപീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ച നടക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരെല്ലാം ഈ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിനെത്തും. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രകൾ ആസാമിലും കേരളത്തിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയും എല്ലാം രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന യാത്രകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിവെക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്നത്.